ഹായ്, എല്ലാവർക്കും ധന്യാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഇങ്ങനെ പാട്ടൊക്കെ കേട്ടിരിക്കാനുള്ളൊരു മൂഡിലായിരുന്നു കേട്ടോ. ഇന്ന് കൂടുതൽ അതിൻ്റെ പിന്നാലെയായിരുന്നു. കാരണം ഇന്നലെ വീഡിയോ എടുത്തതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്ത് പോയിട്ട് പിന്നെ ഓരോ തിരക്കിലൊക്കെ പെട്ടു എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് പാട്ട് കേൾക്കാനുള്ളൊരു മൂഡിലായിരുന്നു. അതങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ അമ്മുവാണ് ഇന്ന് അടുക്കളയിൽ കയറിയിരിക്കുന്നത് കേട്ടോ. അമ്മു ഇന്ന് കപ്പ് കേക്ക് ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് കയറിയിട്ടുണ്ട്. കപ്പ് കേക്ക് എന്ന് വെച്ചാൽ നമ്മളെ മറ്റേ ആ ഷേപ്പിനുള്ള സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല. ഞങ്ങൾ ഒരു ഈവനിങ് സ്നാക്ക്. അപ്പോൾ അവൾ എന്തൊക്കെയാണ് ചെയ്യണേന്ന് നമുക്കൊക്കെ നോക്കാം കേട്ടോ. അവൾക്ക് ക്യാമറയുടെ മുന്നിൽ വരാൻ ഇത്തിരി മടിയുണ്ട്. അതാണ് ഞാൻ തന്നെ അതിൻ്റെ കാര്യങ്ങൾ പറയണതൊക്കെ ഞാൻ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമുക്കൊന്ന് അടുക്കളയ്ക്ക് പോവാം. അപ്പം നമ്മളിതേ അമ്മണിക്കുട്ടി കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മൾക്കത് നോക്കിയത് ഞാനൊക്കെ പറഞ്ഞുതരാം കേട്ടോ. ഒരു പാത്രത്തിലേക്ക് അവൾ 5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനധികം സ്മെല്ലൊന്നും ഇല്ല എന്നാണ് കച്ചി പറയണേ. അപ്പോൾ 5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, പിന്നെ അതിലേക്ക് 1/2 കപ്പ് പാലാണ് ഒഴിച്ചിരിക്കുന്നത്. പിന്നെ അതിലേക്ക് 1 സ്പൂൺ കോഫി, ഇവിടെ ബ്രൂവിൻ്റെ കോഫിയാണ് ഉണ്ടായിരുന്നത്, അതും പിന്നെ 1 സ്പൂൺ വെള്ളവും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ളതാണ് അതിലൊഴിച്ചത്. പിന്നെ അതേ 1 സ്പൂൺ എന്താ പറയുക, വാനില എസൻസ് അല്ലേ, അതന്നെ അത് അതിൻ്റെ ഒരു ടോപ്പിലാണ് എടുത്തിരിക്കുന്നത്. ആ കുപ്പിയുടെ തന്നെ ഒരു അടപ്പാണ് എടുത്തിരിക്കുന്നത്. അവൾ ഒരു അടപ്പാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലോണം മിക്സ് ചെയ്തു. ഇപ്പോൾ അതേ പഞ്ചസാരയൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ട് മിടുക്കി. അപ്പോൾ പഞ്ചസാര 1/2 കപ്പ് പഞ്ചസാര അവൾ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് പഞ്ചസാര പൊടിച്ചതാണ് കേട്ടോ. ഓ വെരി ഗുഡ്. അപ്പോൾ പൊടിച്ചതാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് ഒരു സ്പൂൺ, ഈ സ്പൂൺ കണ്ടല്ലോ അല്ലേ നിങ്ങൾ, ഇതിൽ ഒരു സ്പൂൺ വിനീഗർ ഒഴിച്ചിട്ടുണ്ട്. ഇനി അത് 1/2 കപ്പ് മൈദയാണത്. മൈദ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതായത് നല്ലോണം മിക്സ് ചെയ്യുക. അതിൽ ഒട്ടും കട്ടയൊന്നും പിടിക്കാണ്ട് നല്ലോണം മിക്സ് ചെയ്യാം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ആ വാനിലയുടെയും അതിൻ്റെയൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സംഭവം അടിപൊളിയായാൽ രക്ഷപ്പെട്ടു. വേറൊരു പാത്രത്തിലേക്ക് 1/2 കപ്പ് മൈദ വീണ്ടും എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1/2 സ്പൂൺ ബേക്കിംഗ് സോഡയാണ്. പിന്നെ ബേക്കിംഗ് പൗഡർ എടുക്കണ്ടല്ലോ, 1 സ്പൂൺ അല്ലേ, 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ പ്ലസ് കൊക്കോ പൗഡർ അല്ലേ, 3 സ്പൂൺ കൊക്കോ പൗഡർ അവൾ ഇട്ടിട്ടുണ്ട്. ഇനി അത് നമ്മൾ മിക്സ് ചെയ്യണോ. അത് നല്ലോണം മിക്സ് ചെയ്യാം. വേണമെങ്കിൽ അരിച്ചെടുക്കുക കേട്ടോ അത് അങ്ങനെ. അപ്പം നല്ലോണം എല്ലാതും കൂടി നല്ലോണം മിക്സ് ചെയ്തിട്ട് എന്നിട്ടാണ് അവൾ അരിപ്പയിലേക്ക് ഇടുന്നത്. ഓ വെരി ഗുഡ്. അബദ്ധം പറ്റിയാണ് കേട്ടോ. അവൾ അരിപ്പയിലേക്ക് ഇട്ടിട്ട് ഇതേ നല്ലോണം ഇളക്കി വരുന്നുണ്ട്. അതിനെ അരിച്ചെടുക്കുകയാണ്. അപ്പോൾ അത് നല്ലോണം യോജിക്കുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അത് നമ്മുടെ ആ ബാറ്ററിലേക്ക് ആണ് കേട്ടോ അവൾ നേരിട്ട് അരിച്ചത്. അതിലേക്ക് നേരത്തെ കലക്കി വെച്ച ബാറ്ററി അല്ലേ, അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തു. അതാ ഈ ഒരു പരുവാണ് കേട്ടോ, നോക്കിക്കോളൂ. അതുകൊണ്ട് നല്ലോണം മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളിത് ആ ബാറ്ററിലേക്ക് കുറേശ്ശെയായിട്ട് പാൽ ഒഴിച്ചിട്ട് ഇളക്കുക കേട്ടോ. എന്താ പറയുക, നല്ലോണം ഇളക്കി കൊടുക്കുക. വീണ്ടും കുറച്ച് പാൽ ഒഴിക്കുക, ഇളക്കുക. അപ്പോഴാണ്, അല്ലെങ്കിൽ ഒറ്റയടിക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ അങ്ങനെ അളവ് കൂടും, വെള്ളത്തിൻ്റെ അളവ് കൂടുതലാവും. കണ്ടോ, കുറച്ചും കൂടിയും പാൽ ഒഴിച്ചു. ഒരു 2 സ്പൂണാണ് കേട്ടോ ഒഴിക്കണത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആവണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ അപ്പോഴേക്കും അവൾ ആ ബാറ്റർ ഇളക്കുമ്പോഴേക്കും ഞാനിവിടെ ഒരു ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ 10 മിനിറ്റ് നമ്മളത് പ്രീ ഹീറ്റ് ചെയ്യാം. എന്നിട്ട് ഒരു ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിലേക്ക്, ഞാൻ അതിലാണ് ഇന്ന് ഉണ്ടാക്കി നോക്കണത്. ഞങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല ഇതിൽ. അപ്പോൾ അതുകൊണ്ടാണ് അവൾ എല്ലാത്തിലും സ്പ്രെഡ് ചെയ്യണേ. കാരണം ബൈ ചാൻസ് പൊന്തി വന്നാൽ എടുക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടേ. അപ്പോൾ അതിലേക്ക് സൺഫ്ലവർ ഓയിൽ നല്ലോണം പരറ്റി കൊടുത്തു. ഇപ്പോൾ ബാറ്ററി നമ്മൾ എല്ലാത്തിലും ഒഴിച്ചു. ബാക്കിയുള്ളത് ഞങ്ങൾ 2 കുഞ്ഞു ഓടത്തിലാണ് കേട്ടോ ഒഴിച്ച് വെച്ചിരിക്കുന്നത്, കാണാം. അപ്പോൾ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ട് ഹൈ ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് ലോ ഫ്ലെയിമിലാണ് ഇനി നമ്മൾ വേവിക്കാൻ പോണത് കേട്ടോ. അതിൽ ബാക്കിയുള്ള ബാറ്ററാണോ അത് ഒഴിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ അത് വെച്ചു. നമ്മളിനി അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 25 to 30 മിനിറ്റ് വരെയാണ് ഞങ്ങൾ വേവിക്കണത് കേട്ടോ. അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ശരിയായെന്ന് വിചാരിക്കണു. വെന്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതെടുത്ത് കുത്തിയപ്പോൾ ഞാനിവിടെ നോക്കിയിട്ട് ശരിയായില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ ഇടില്ല എന്ന് കരുതിയത്. പക്ഷേ ഇത് അടിപൊളിയായിട്ടുണ്ട്. വേഗം എടുക്കാനൊക്കെ കിട്ടി. നന്നായിട്ടുണ്ടായിരുന്നു. മധുരം കറക്റ്റാണ്. ഒരു ഈവനിങ് സ്നാക്കൊക്കെ പോലെ. ഈ കേക്കിൻ്റെ മധുരത്തിലേക്ക് എത്തിയിട്ടില്ല. വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടി മധുരം കൂടുതൽ ഇട്ടോളൂ. ഇതിപ്പോൾ നമുക്ക് പാകമാണ്, കഴിക്കാനായിട്ട് കറക്റ്റായിരുന്നു. നല്ല മധുരം വേണമെന്നുള്ളവർക്ക് കുറവായിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒരു ഊഹം വെച്ചിട്ടാണ് കച്ചി ഉണ്ടാക്കണത് കേട്ടോ. എന്തായാലും അത് നമുക്ക് സുഖമായി, അധികം പണിയൊന്നും എടുക്കാണ്ട് തന്നെ കിട്ടി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.